റിലയൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പലപ്പോഴും പല എക്സ്പേർട്സ് ഇപ്പോൾ നമ്മളുടെ തന്നെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിൻ്റെ അടക്കം ഒരു വ്യൂ പരിശോധിക്കുമ്പോൾ റിലയൻസിൽ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടായാൽ മാത്രമാണ് നിഫ്റ്റിയിലെ ഒരു അപ് ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് പ്രത്യേകിച്ചും വളരെ മികച്ച നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ട് പോലും അവരുടെ കോർ ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു തിരിച്ചടി മൂലം ഓഹരികൾക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊരു സൈലന്റ് റണ്ണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സെപ്റ്റംബർ 5 മുതൽ ഇങ്ങോട്ടേക്ക് ഒരു വളരെ മൈന്യൂട്ടായിട്ടാണ് എങ്കിൽ പോലും ഒരു റിക്കവറി നമുക്ക് റിലയൻസ് ഓഹരികളിൽ നേരിയ തോതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ റിലയൻസ് ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്നൊരു പ്രതീക്ഷ എക്സ്പേർട്സ് പങ്കുവെക്കുന്നുണ്ടോ? അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ സെപ്റ്റംബർ 5 മുതലാണ് ഈ ഒരു സ്റ്റോക്കിൽ സ്മോൾ ക്യാൻഡിൽസ് വിത്ത് മൊമെന്റം കാണാൻ സാധിക്കുന്നത്. കൂടാതെ കറന്റ് ഈ ഒരു സ്റ്റോക്കിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് പ്രോപ്പർ വോളിയം ആക്ഷൻ ആണ്. വരും ദിവസങ്ങളിൽ 1424, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, നിഫ്റ്റി 25,255 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളത്. മേ ബി 1424 എന്ന ലെവൽ റിലയൻസ് മറികടക്കുകയാണെങ്കിൽ നിഫ്റ്റി ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്. മേ ബി ഇത് രണ്ടും സൈമുണ്ടേനിയസ് ആയി നടക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് എക്സ്പെർട്സ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ക്ലോസിലി വാച്ച് ചെയ്യണം. കാരണം റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം 1424 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോൺ, അതായത് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുകളിൽ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഓവറോൾ മാർക്കറ്റിലും ഒരു സ്ട്രെങ്ത് ലഭിക്കും. കൂടാതെ റിലയൻസിലും ഒരു ട്രെൻഡ് റിവേഴ്സൽ റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.